പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന് കീഴിലുള്ള സാമൂഹ്യ പഠനമുറികളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ഹോസ്ദുർഗ് ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പട്ടികവർഗ വികസന വകുപ്പ് നീലേശ്വരം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുമായി ചേർന്നാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി വിനോദത്തിലൂടെ വിജ്ഞാനം ഒരുമിക്കാം ഒന്നായി എന്ന സന്ദേശവുമായി നീലേശ്വരം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന് കീഴിലുള്ള സാമൂഹ്യ പഠനമുറികളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അത്തിക്കോത്ത് AC നഗർ പഠനമുറി ഗ്രൗണ്ടിൽ നടന്ന മത്സരം ഹോസ്ദുർഗ് ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളും യുവാക്കളടക്കം ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ്. കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിലെ കീഴിൽ പോലീസിന്റെ നേതൃത്വത്തിൽ നമ്മൾ കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിലെ പോലീസിന്റെ നാട്ടിലെ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിനിഞ്ഞാന്ന് കാഞ്ഞങ്ങാട് വെച്ചൊരു ഫുട്ബോൾ മത്സരം നടത്തുകയുണ്ടായി ലഹരിക്കെതിരെ. അതിന്റെ ഫൈനൽ മത്സരം നാളെ കാസർഗോഡ് പാറക്കട്ട നടക്കുകയാണ്. കുട്ടികളടക്കം ലഹരി ഉപയോഗിക്കുന്നതിന് പകരം സ്പോർട്സ് ആണ് ലഹരി, ഫുട്ബോൾ ആണ് ലഹരി എന്ന രീതിയിൽ എല്ലാവരും കളിയിടങ്ങൾ അതുപോലെ തന്നെ കളി ലഹരിയായി മാറണമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഊരുമൂപ്പൻ രാജൻ അത്തിക്കോത്ത് അധ്യക്ഷനായി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള എടമുണ്ട, അത്തിക്കോത്ത്, ആയമ്പാറ, കാലിയടുക്കം, വെള്ളംതട്ട, ബങ്കളം, കൂട്ടപ്പുന്ന, ഏച്ചിലടുക്കം എന്നിവിടങ്ങളിലെ സാമൂഹ്യ പഠനമുറി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ജി പ്രജീഷ്, സൂര്യ ജാനകി, എം ജസ്ന, കെ പ്രകാശ്, സി കെ അശ്വതി, പി ഷൈമ, കെ വിജേഷ്, കെ രാജേഷ്, പി രജിത, എ നമിത, സി ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.